അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് മിക്സിയിലെ വലിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കുക. ഒട്ടും തരിയൊന്നുമില്ലാത്ത വറുത്ത പച്ചരിപ്പൊടിയാണ് എടുക്കേണ്ടത്. ഇടിയപ്പം പത്തിരിക്കൊക്കെ എടുക്കുന്ന ഒട്ടും തരിയൊന്നുമില്ലാത്ത പച്ചരിപ്പൊടി എടുക്കുക. വറുത്ത പച്ചരിപ്പൊടിയാണ്. ഞാനിപ്പോൾ എടുക്കുന്നത് 250 ml കപ്പിന് 3 കപ്പ് വറുത്ത പച്ചരിപ്പൊടിയാണ് എടുക്കുന്നത്. ഇത് ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും. പക്ഷെ ഒരു നാടൻ രുചിയുമാണ്. നാടൻ രീതിയിലാണ് ചെയ്യുന്നത്. അരി കുതിർക്കേണ്ട, അരി അരയ്ക്കേണ്ട, അങ്ങനെ ഒന്നും ചെയ്യേണ്ട. പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് നിമിഷ നേരം കൊണ്ട് ചെയ്തിട്ടെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലത്തെ അളവ് കപ്പില്ലാന്നുണ്ടെങ്കിൽ ഗ്ലാസ്സിൽ മാവ് അളന്നെടുക്കുക. ആ ഗ്ലാസിൻ്റെ അളവിൽ തന്നെ ബാക്കി ഉള്ളതും അളന്നിട്ടെടുക്കുക. ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നല്ല മധുരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര അധികം ചേർത്ത് കൊടുക്കുക. ഇതൊരു നോർമൽ മധുരം ഉണ്ടാവുള്ളൂ. നിങ്ങൾ 1.5 കപ്പ് പൊടിയാണ് എടുക്കുന്നതെങ്കിൽ എല്ലാം പകുതി അളന്നെടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഏലക്കപ്പൊടിയാണ്. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഏലക്ക മാത്രം പൊടിച്ചെടുത്തിട്ടുള്ള പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പഞ്ചസാരയും കൂട്ടി പൊടിച്ച ഏലക്കപ്പൊടിയാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഏലക്കയുടെ ആ തരി ആ തൊണ്ട് മാറ്റിയിട്ട് 4-5 ഏലക്ക ചേർത്ത് കൊടുത്താൽ മതി. ഏലക്കപ്പൊടി ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. പിന്നെ ഇതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1.25 കപ്പ് നല്ല കട്ടിയുള്ള കുറുകിയ തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് പശു പാലിൽ വേണമെന്നുണ്ടെങ്കിലും ചെയ്തിട്ടെടുക്കാം. ആ ഒരു നാടൻ രുചിയും ടേസ്റ്റും ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്തിട്ട് തന്നെ ചെയ്തിട്ടെടുക്കാം. 1 കപ്പിലാണ് 1.25 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുള്ളത്. 1-ാം പാലാണ് എടുത്തിട്ടുള്ളത്. ഗ്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ 1.25 ഗ്ലാസ് തേങ്ങാപ്പാൽ എടുക്കാം. മാവ് ഏത് ഗ്ലാസ്സിലാണോ അളന്നെടുത്തിട്ടുള്ളത് അതേ ഗ്ലാസിന്റെ അളവിൽ തന്നെ തേങ്ങാപ്പാലും അളന്നെടുക്കാം. പിന്നെ 2-ാം പാലും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും 1.25 കപ്പാണ് എടുക്കുന്നത്. 1.5 കപ്പ് ചിരകിയ തേങ്ങയിലേക്ക് 1.25 കപ്പ് വെള്ളം ഒഴിച്ച് അടിച്ചെടുത്ത് 1-ാം പാല് അരിച്ചെടുത്തതിന് ശേഷം വീണ്ടും അതിന്റെ തേങ്ങാ കൊത്തിട്ടിട്ട് വീണ്ടും 1.25 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് വീണ്ടും 2-ാം പാല് എടുത്തിട്ടുള്ളത്, അരിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ 1.25 കപ്പ് 2-ാം പാലും എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കാര്യം കൂടി ചേർക്കാനുണ്ട്. ഞാനിപ്പോൾ 2 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. കോഴിമുട്ട വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് മൈദ ചേർക്കുക. ഇതിന് പകരമായിട്ട് കുറച്ച് മൈദയും 1 ടീസ്പൂൺ നെയ്യും ചേർത്താൽ മതി. ഇനി നമുക്കിതെല്ലാം ഒന്ന് ഒരു വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം 1 മിനിറ്റ് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ അത് കട്ട പോലെ കിടക്കുമ്പോൾ ഒന്നും കുഴപ്പമില്ല. ഇനി ഒന്ന് ആ ഒരു പൊടി ഒന്ന് മിക്സ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നത്. ഇനി നമുക്ക് ഒന്ന് അടിച്ചെടുക്കാം. ഇനി അടിച്ചെടുത്തത് ഒരു ബൗളിലേക്ക് ഒഴിക്കാം. ഈ ഒരു പരുവാണ് വേണ്ടത്. ദോശ മാവിനേക്കാളും കുറച്ചും കൂടെ ഒന്ന് ലൂസായിട്ടുള്ള പരുവം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് എള്ളാണ്. 2 ടീസ്പൂൺ എള്ള് കഴുകി വൃത്തിയാക്കിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. എള്ളിൽ ഒരുപാട് അഴുക്കും മണ്ണൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് കഴുകിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്ര 1.5 ടീസ്പൂൺ ആണെന്നുണ്ടെങ്കിൽ 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇതൊന്ന് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. മാവ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയി. ഒരുപാട് സമയം വെക്കണ്ട. ഒന്ന് കലക്കി കൊടുക്കാം. മാവ് ഇതിനേക്കാളും കുറച്ച് കട്ടി കൂടി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങാപ്പാലോ അല്ലെങ്കിൽ സാധാരണ പശുവും പാലോ വെള്ളമോ എന്തെങ്കിലും ഒഴിച്ചു കൊടുത്താൽ മതി. ഈ ഒരു കട്ടിക്ക് വേണം എടുക്കാനായിട്ട്. അപ്പോൾ കട്ടി ഒരുപാട് ലൂസായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അരിപ്പൊടി കുറച്ച് 1-2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇതാ ഈ ഒരു കട്ടിക്കാണ് നമ്മുടെ ബാറ്റർ റെഡി ആക്കാനുള്ളത്. ഇനി നമ്മൾ ചൂട് അച്ചാണ് മാവിലിടുന്നത്. അപ്പോൾ ചൂട് കൊണ്ട് മാവ് അങ്ങ് വെന്തു പോകും. അപ്പോൾ കുറച്ച് മാവ് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ കുറച്ച് മാവ് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ചൂടാക്കാൻ വെക്കാം. അതിൻ്റെ കൂടെ തന്നെ അച്ചപ്പത്തിൻ്റെ അച്ചും എണ്ണയിലിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അച്ചപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ആകുമ്പോൾ നല്ലൊരു മണവും ടേസ്റ്റും ആയിരിക്കും. നാടൻ ടേസ്റ്റ് കിട്ടും അച്ചപ്പത്തിന്. അപ്പോൾ വെളിച്ചെണ്ണ ഇല്ലാന്നുണ്ടെങ്കിൽ ഏതെണ്ണ വേണമെങ്കിലും എടുക്കാം. ഇപ്പോൾ എണ്ണയും അച്ചും ചൂടായിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മാവ് ഒഴിച്ച് നോക്കാം. ഒരു തുള്ളി മാവ് ഒഴിച്ച് നോക്കുന്ന സമയത്ത് മാവ് പൊങ്ങി വരും പെട്ടെന്ന് തന്നെ. അപ്പോൾ കറക്റ്റ് പരുവായിട്ടുണ്ട്. അപ്പോൾ രണ്ടും ഒരേ ചൂടായിരിക്കണം. എണ്ണയും
അച്ചും ഒരേ ചൂടായിരിക്കണം. ഈ എണ്ണയിൽ നിന്നും അച്ചെടുക്കുക, മാവിലേക്ക് പെട്ടെന്ന് തന്നെ ഡിപ്പ് ചെയ്യുക. 1/4 ഭാഗത്തോളം മാത്രമേ അച്ച് ഡിപ്പ് ചെയ്യാവൂ മാവിലേക്ക്. ഇനി ഈ അച്ച്, ചൂടായ അച്ച് മാവിലേക്ക് മുഴുവനും അങ്ങ് മുക്കരുത്. ഒരു 1/4 ഭാഗത്തോളം മുക്കി ഒരു 10 സെക്കൻഡ് ഇങ്ങനെ തന്നെ വെക്കുക. മാവ് ഇതിൽ പറ്റിപ്പിടിക്കും. ഇനി എണ്ണയിലേക്ക് നേരിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഉടനെ തന്നെ എണ്ണയിലേക്ക് വെച്ച് കൊടുക്കുക. ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ അച്ചപ്പത്തിൻ്റെ നിറം ഒന്ന് മാറും. ഒന്ന് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുന്ന സമയത്ത് ഒരു 10 സെക്കൻഡ് കഴിയുമ്പോൾ ഈസി ആയിട്ട് ഇളകി കിട്ടും. വീണ്ടും നമ്മൾ അച്ച് ഒരു 10 സെക്കൻഡ് എണ്ണയിൽ വെച്ച് ചൂടാക്കണം. 10-20 സെക്കൻഡ് നല്ലതുപോലെ അച്ച് ചൂടായതിന് ശേഷം വീണ്ടും ഇതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. വീണ്ടും മാവിൽ ഒന്ന് ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്യുക, ഒരു 10 സെക്കൻഡ് വെക്കുക. വീണ്ടും ഒന്ന് ഇതുപോലെ ഒന്ന് കുടഞ്ഞ് മാവ് മാറ്റിയതിന് ശേഷം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. 10 സെക്കൻഡ് ഇങ്ങനെ തന്നെ വെക്കുക. 10 സെക്കൻഡ് കഴിയുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് കുലുക്കി കൊടുക്കുന്ന സമയത്ത് താനെ ഇളകി കിട്ടും. വീണ്ടും എണ്ണയിൽ അച്ച് ചൂടാക്കാൻ വെക്കുക. ഒരു 15 സെക്കൻഡൊക്കെ ചൂടാക്കിയാൽ മതി. ആ ഒരു സമയം ആദ്യം നമ്മൾ ഇട്ട് കൊടുത്തത് നിറം മാറുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കുക. ഇങ്ങനെ കുറച്ച് വലിയ പാൻ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റും. വീണ്ടും ഇതുപോലെ തന്നെ ചെയ്തിട്ടെടുക്കാം. നമുക്ക് ഈസി ആയിട്ട് കണ്ടില്ലേ. വീണ്ടും ആ ഒരു സമയം നമ്മൾ രണ്ടാമത് ഇട്ട് കൊടുത്തത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. മാവ് ഒന്ന് കുടഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ തുള്ളി പോലെ മാവ് അങ്ങനെ വീഴും. അപ്പോൾ ആദ്യം നമ്മൾ ഇട്ട് കൊടുത്തത് റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് എണ്ണയിൽ നിന്നങ്ങ് കോരി മാറ്റാം. നമ്മൾ വെക്കുന്ന സമയത്ത് ഇത് കമഴ്ത്തി വേണം വെക്കാൻ, എണ്ണ പോകാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ തിരിച്ച് വെക്കരുത്. അപ്പോൾ നമ്മുടെ അച്ചപ്പമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ എണ്ണയിൽ നിന്നും ഒരു ചെറിയൊരു ലൈറ്റ് നിറം മാറുമ്പോൾ കോരി മാറ്റുക. ഇരുന്ന് കഴിയുമ്പോൾ കുറച്ചും കൂടെ നിറം മാറും. അതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. ഇതുപോലെ നമ്മൾ ഫ്രൈ ചെയ്തിട്ട് അച്ചപ്പം ഓരോന്നും ഇതുപോലെ കമഴ്ത്തി വെക്കുക. എന്നാൽ മാത്രമേ എണ്ണയൊക്കെ വാർന്നു പോവുള്ളൂ. ഇതുപോലെ അരിപ്പ പാത്രത്തിലോ അരിവാലയിലോ അരി വറുക്കുന്ന പാത്രത്തിലോ ഇട്ട് വെക്കുക. അപ്പം നമ്മുടെ അച്ചപ്പം എല്ലാം ഇതവിടെ റെഡി ആയിട്ടുണ്ട്. തനി നാടൻ ടേസ്റ്റാണ്. ഇനി അച്ചപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അരി കുതിർക്കണ്ട, അതുപോലെ തന്നെ അരി പൊടിക്കുകയോ അരക്കുകയോ ഒന്നും ചെയ്യണ്ട. പെട്ടെന്ന് എല്ലാം കൂടിയിട്ട് മിക്സിയിൽ ഒന്ന് കറക്കിയെടുക്കുക. ഇൻസ്റ്റന്റ് ആയിട്ട് അച്ചപ്പം റെഡിയാക്കി എടുക്കാൻ പറ്റും. വെളിച്ചെണ്ണയിൽ തയ്യാറാക്കിയത് കൊണ്ട് നല്ല മണമാണ്, നല്ല ടേസ്റ്റുമാണ്. വിശേഷപ്പെട്ട ദിവസങ്ങളിൽ നമുക്കിതുപോലെ തയ്യാറാക്കി വെക്കാം. കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്തായാലും ഇതുപോലെ തയ്യാറാക്കി വെക്കാം. കുറേ നാൾ നമുക്ക് കേടുകൂടാതെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അപ്പം ഞാൻ കാണിച്ചു തരാം എത്രമാത്രം ക്രിസ്പി ആണെന്നുള്ളത്. അപ്പോൾ കണ്ടില്ലേ, ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് തയ്യാറാക്കി നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്